ഖുർആനിന്റെ ഒരായത്ത് കേട്ടപ്പോ നന്നായ ഒരുപാട് പേരുടെ ചരിത്രം അറിയുമല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ചരിത്രം അറിയുമോ മോനെ? അറിയുമോ പെങ്ങള്? ഖത്താബിന്റെ മകൻ ഉമർ ആരാണെന്നറിയോ? ഉമറിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? ഒരിക്കൽ ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അയൽവാസിയോട് വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിക്ക് സ്വഭാവം അറിയുമല്ലോ. ഒരാൾ വന്നിട്ട് പറയുന്നു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ, ഈ കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. പടച്ചവനെ, ഉമറിന്റെ ജീവിതം എന്തായിരുന്നെന്ന് ചിന്തിച്ചു നോക്ക്. പടച്ചവനെ അല്ലാഹുവേ, കൊച്ചുകുട്ടികളോട് പോലും ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാ ഭയമാടോ? കരയുന്ന കുഞ്ഞുങ്ങൾ പോലും കരച്ചൽ നിർത്തുമായിരുന്നു. അതായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് സത്യം ചെയ്യുകയാണ്, ഞാനിനി മുഹമ്മദിനെ കൊന്നിട്ടല്ലാതെ മടങ്ങി വരൂല എന്ന് പറഞ്ഞ കൊല്ലാൻ പോവുകയാണ്. അവന് ഞാൻ പുതിയ മതവുമായിട്ട് വന്ന മുഹമ്മദിനെ കൊല്ലാൻ പോവുകയാ. അപ്പോഴാണ് വന്ന മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം പെങ്ങള് ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ. നിന്റെ കൂടെ പറപ്പിനെ പോയി നന്നാക്കടാ. തന്റെ സഹോദരി മുസ്ലിമായി എന്നറിയുമ്പോ അതാ ഉമർ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. റബ്ബേ, വീടിന്റെ അകത്തേക്ക് കയറിയിട്ട് ഫാത്തിമാനെ എടുത്തങ്ങ് തല്ലുകയാ. തന്റെ കൂടെ പറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയുടെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പെങ്ങളെ, തന്റെ സ്വന്തം സഹോദരി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ഉമറൊന്ന് ശാന്തനാവുകയാണ്. ഉമറിന്റെ മനസ്സൊന്ന് പതറുകയാണ്. ഉമർ ചോദിച്ചു, ഫാത്തിമ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ നീ എന്തോ പാടുന്നത് ഞാൻ കേട്ടല്ലോ ഫാത്തിമ, അതൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അതാ ഫാത്തിമ പറയുന്നു, ഞാൻ ഊതിയത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ. ഉമർ പറഞ്ഞു, എനിക്കൊന്ന് ഓതിത്തരാൻ. പോയി വൃത്തിയായിട്ട് വരാൻ പറയുകയാണ്. ഉമർ ചെന്ന് കൈകാലുകൾ കഴുകിയിട്ട് ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ മുമ്പിൽ വന്നിരുന്നപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹ, ആ സൂറത്തു ത്വാഹയുടെ 3-4 ആയത്തുകൾ ഉണ്ടല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പ് ഉമർ ഇബ്നുൽ ഖത്താബിന് ഓതി കൊടുക്കുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിന്റെ മുമ്പില് ആ ഖുർആനിന്റെ ആയത്തുകൾ അങ്ങ് ഓതി കൊടുക്കുമ്പോ ഉമർ ചിന്തിക്കുന്നു, ആ ഖുർആൻ എവിടെന്ന് കേട്ടപ്പോ ഉമർ ചിന്തിക്കാൻ തുടങ്ങിയടോ. നബിതങ്ങളെ കൊല്ലാമെന്ന ഉമറിന്റെ പവറങ്ങ് പോയടോ. ഇറങ്ങിയില്ല ഹദ്റത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് കടന്നു വരികയാണ്. പടച്ചവനെ, ഉമർ വരുന്നത് കണ്ടപ്പോ സ്വഹാബത്തിന് ഭയമായടോ. ഇസ്ലാമിലേക്ക് കടന്നു വന്നതേ ഉള്ളൂ. ഉമർ വരുന്നത് കണ്ടപ്പോ അവർക്ക് പേടിയായി. കാരണം വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാണ്. വേറെ ആരാണെങ്കിലും അവർക്ക് ഭയമില്ല. ഉമറാണ് കടന്നു വരുന്നത്. തന്റെ വാളിന് മൂർച്ചയുണ്ടോ എന്ന് നോക്കുന്നത് അടുത്തവന്റെ അടിവയറ്റിലെ കയറ്റിക്കെട്ടാണ്. ആ ഉമറാണ് കടന്നു വരുന്നത്. എല്ലാവരും ഭയന്നു നിൽക്കുമ്പോ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനെ തടയുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിനെ തടയുകയാണ്. അന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടയുന്നത്. ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഉമറേ, മുസ്ലിമാകാൻ വന്നതാണെങ്കിൽ നിനക്ക് ഇതിനകത്ത് കയറിയിട്ട് ജീവനോടെ മടങ്ങി പോകാം. നീ
നീ മുസ്ലിമാകാമെന്നതാണോ? ഇതിനകത്ത് കയറി നബി തങ്ങളെ കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായിട്ട് ജീവനോടെ പോകാവോ? അല്ല, റസൂലുള്ളാഹിനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ല ഉമർ, ജീവനോടെ പോകില്ല ഉമർ. ഉമർ ഭയന്നു പോയടോ, ഉമർ ഭയന്നു പോയടോ. പിന്നീട് ഒരിക്കൽ ഉമർ തന്നെ ചോദിക്കുന്നു, നിനക്കാ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന്? ഈമാനുറച്ചാ ധൈര്യം വരുമടോ, ഈമാനുറച്ചാ ധൈര്യം വരുമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് കരം പിടിച്ചുകൊണ്ട് സഹാദത്ത് കലിമ പറഞ്ഞ് ഉമർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോൾ അവിടുന്ന് മാറ്റം വന്നടോ. എന്നാ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരോടും ചോദിക്കട്ടെ, നീ എത്രയോ ആയത്തുകൾ കേട്ടല്ലോ, എത്രയോ സൂറത്തുകൾ കേട്ടല്ലോ, എത്രയോ സൂറത്തുകൾ പഠിച്ചല്ലോ. പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നീ എത്രയോ ഓതി പെങ്ങള്, എത്രയോ ആയത്തുകൾ ഓതി കേട്ടു. ഉസ്താദന്മാരർത്ഥം പറയുന്നത് കേട്ടല്ലോ. ഏറ്റവും കൂടുതൽ വഅദ കേൾക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. എന്തേ നന്നാകാത്തത്? എന്തേ തലമറയ്ക്കാത്തത്? എന്തേ നീ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത്? എന്തേ നീ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നത്? പെങ്ങളെ, നരകത്തിലധികവും പെണ്ണുങ്ങളാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ മരണവും ഖബറും നരകവും മസ്റയും സിറാത്തും മീസാനും ഒന്നും ചിന്തയില്ലാത്ത രീതിയിൽ കഴിയുന്നതെങ്കേ പെങ്ങളോ? എന്തേ വാപ്പമാര് നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരുടെ സങ്കടം എന്താ? ഉസ്താദേ, എന്റെ മക്കൾ എന്തേ നന്നാകാത്തത്? അവന് കഞ്ചാവടിക്കുന്നല്ലോ, അവൻ എന്നെ തല്ലാൻ കൈപൊക്കുന്നല്ലോ, അവൻ ഉമ്മാനെ ചീത്ത വിളിക്കുന്നല്ലോ. എന്റെ മകന് 15, 20, 25 വയസ്സല്ലേ ആയുള്ളൂ. എന്തേ ഉസ്താദേ മക്കൾ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ ഏറ്റവും വലിയ സങ്കടം എന്റെ മക്കളാണ് എന്ന് പറയുന്ന വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. എന്നാൽ ഈ സദസ്സിലെ ചില മക്കളുണ്ട്, അവരുടെ സങ്കടം എന്തെന്നറിയുവോ? ഏത് മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ അല്ലാ. 40 വയസ്സ് കഴിഞ്ഞ ഏതൊരു മനുഷ്യനും നന്നാകുമല്ലോ. എന്റെ വാപ്പയ്ക്ക് 50 കഴിഞ്ഞു, വാപ്പയുടെ മുടി നരച്ചു, വാപ്പയ്ക്ക് ഒരുപാട് രോഗമായി, ഒരു മാറ്റവും ഇല്ലല്ലോ അല്ലാ. അല്ലാഹുവേ, എന്റെ ഉമ്മ തലമറയ്ക്കുന്നില്ലല്ലോ. അവിടുത്തെ ചീത്ത പറയുകയാ, ശപിക്കുകയാ, നിസ്കരിക്കാറില്ല. എന്ത് രീതിയാണ് എന്റെ ഉമ്മ ചെയ്യുന്നത്? എന്റെ ഉമ്മയുടെ കൂടപ്പറപ്പുകൾ വരെ ഖബറിലെത്തിയല്ലോ, കൂടെ പഠിച്ചവരും മരിച്ചല്ലോ. എന്നിട്ടും എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ. എന്താണ് സങ്കടമല്ലേ സഹോദരാ? ഉസ്താദേ, എത്ര വഅദ് പറഞ്ഞു ഉസ്താദേ, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, എവിടെല്ലാം കൊണ്ടുപോയി ഉപദേശിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു വഅദ് കേട്ട മഹദിയാണ്. ആരാണ് ആ പെണ്ണെന്നറിയുമോ? ഫിറഔനിന്റെ ഭാര്യയായ ആസിയ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറഔൻ തന്നതാ ഞാനാണ് അന റബ്ബുകുമുൽ അഅലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയയെ കൊണ്ട് പഠിക്കാനാണ് അല്ലാഹു ഖുർആനിൽ എല്ലാവരോടും പറഞ്ഞത്. ആസിയ ബീവി ജീവിച്ചത് എവിടെയാ പെങ്ങള്? ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിച്ച ഫിറഔനിന്റെ കൊട്ടാരത്തിലാ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിച്ചവനാണ്. കരയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ടും മതിവരാതെ കടലിൽ പോയി വ്യഭിചരിച്ചവനാ ഫിറഔൻ. ആ ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് ആസിയ ജീവിച്ചത്. മൂന്നാമത് പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുവോ?
അല്ലാ എന്ന് പറഞ്ഞ തലപെട്ടുന്നവനാ. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്നവന്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്നവന്, അവനല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന് പറയുന്നവനെ കൊല്ലുന്നവനാണ്. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളഞ്ഞവനാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് ആസിയ ജീവിച്ചത്. ആസിയ കേട്ടത് സിറാജിന്റെ വഴലല്ല. ആരുടെ വഴലാണ് കേട്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഭാഷണമാണ് കേട്ടത്. ആ പ്രസംഗം കേട്ടപ്പോഴാണ് ആസിയയുടെ ഈമാൻ ഉറച്ചത്. അതുകൊണ്ട് പെങ്ങളെ, വഅലെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. പക്ഷേ വഅല് പറയുന്നവനും വഅല് കേൾക്കുന്നവനും നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? വഅല് കേൾക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ചിരിച്ചുകൊണ്ടാ പോകുന്നത്. അല്ലാഹുവേ, പണ്ടൊക്കെ വഅല് കഴിഞ്ഞു പോകുമ്പോ വഅലിന്റെ മജ്‌ലിസിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകുമായിരുന്നു എന്ന കഥകൾ പറയുകയോ ചരിത്രങ്ങൾ പറയുകയോ. പടച്ചവനെ, നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് പോകുന്ന വഅലിന്റെ മജ്‌ലിസുകൾ ഉണ്ടോ? എന്നാൽ ഇന്നത്തെ വഅല് കഴിഞ്ഞു പോകുമ്പോ അല്ലാഹുവേ, തലയിലിട്ടിരിക്കുന്ന ഷാൾ ഊരിയിട്ട് ഫർദ ഇങ്ങനെ കറക്കിക്കൊണ്ടാ പെങ്ങള് പോകുന്നത്. കൂട്ടത്തോടെ തമാശ പറഞ്ഞ ആണുങ്ങൾ പോകുന്നത്. എന്തേ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോഴാടാ നന്നായത്. പെങ്ങളെ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആരാണെന്നറിയുമോ? കൊട്ടേഷന്റെ നേതാവാ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു ദുസ്വഭാവമുണ്ടായിരുന്നു മോനെ. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയും അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടാതെ സമാധാനം കിട്ടില്ലായിരുന്നു. അങ്ങനെ ജീവിച്ചവനാണ് ഫുളൈല്. അപ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലേ, നീ ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ, ഏതൊരു പെണ്ണിനെയും നിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുമല്ലോ. എന്നാ ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാമടാ, ധൈര്യമുണ്ടെങ്കിൽ നീ അവളെ ഒന്ന് കീഴ്പ്പെടുത്തു. അതാ പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ഫുളൈൽ പറഞ്ഞു, ഞാൻ അവളെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാ. അല്ലാഹുവേ, ഫുളൈൽ ആ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാ. തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി, അവള് പരിഗണിക്കുന്നില്ലോ. എന്തൊക്കെ ചെയ്തിട്ടും അവള് പരിഗണിക്കുന്നില്ലോ. അവസാനം വാശിയായടോ. കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെടുന്നത് വല്ലാത്ത പ്രയാസമാണല്ലോ. അങ്ങനെ ആരാരുമില്ലാത്ത സമയത്ത് ഫുളൈല് പാതിരാത്രിയാ ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് ഇടിച്ചു കയറി. ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് ആരുമില്ലാത്ത സമയത്ത് അതിക്രമിച്ച് കയറുകയാണ്. അല്ലാഹുവേ, പെണ്ണിനോട് പറഞ്ഞു, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. എന്റെ ആഗ്രഹം മര്യാദയ്ക്ക് നീ സാധിപ്പിച്ചു തരണം. അവസാനം ആ പെണ്ണ് സമ്മതിക്കാതെ വന്നപ്പോ അവിടുന്ന് ബലാത്കാരമായി പിടിക്കുകയാണ്. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. ആരോഗ്യവാനായ ഫുളൈലുണ്ടല്ലോ, ആ പെണ്ണിനെ അവിടുന്ന് കീഴ്പ്പെടുത്തി. അവസാനം അവളുടെ രണ്ട് കാലുകളുടെ തുടകൾക്കിടയില് ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ തയ്യാറായിരിക്കുമ്പോ പെണ്ണ് കരയുകയാ, പെണ്ണ് കരയുകയാ. എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. കൈകാലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ പരിശ്രമിക്കുകയാണ്. പടച്ചവനെ, പെട്ടെന്നതാ അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഒരു ഉമ്മ ഓതുകയാണ്. അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഉമ്മ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ആ
ഒരായത്തങ്ങ് പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ നിലവിളിച്ച പെണ്ണ് മിണ്ടുന്നില്ല. രക്ഷപ്പെടാൻ കൈകാലുകൾ കൊണ്ട് ചവിട്ട് മാറ്റിയ പെണ്ണനങ്ങുന്നില്ല. പെണ്ണിങ്ങനെ ഫുളൈലിന്റെ മുഖത്ത് നോക്കുകയാണ്. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. സങ്കടത്തോടെ അവന്റെ മുഖത്ത് നോക്കിയിട്ട് കരയുകയാണ്. ഫുളൈല് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി പെണ്ണ്? നിലവിളിക്കുന്നില്ലല്ലോ. എന്നെ നീ തള്ളി മാറ്റാൻ പരിശ്രമിക്കുന്നില്ലല്ലോ. എന്തേ നീ സമ്മതിച്ചതാണോ? നേരം കിടന്നു ബഹളം വെച്ചല്ലോ. പെട്ടെന്ന് എന്തേ നിന്റെ സ്വഭാവം മാറിയത്? നീ എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരാൻ തീരുമാനിച്ചോ? ആ പെണ്ണിന്റെ മറുപടി എന്തെന്നറിയുമോ? ഫുളൈലേ, അല്ല ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈലേ? അല്ല ചോദിക്കുന്നത് കേട്ടില്ലേടാ ഫുളൈലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേടാ ഫുളൈല്? ഒരുപാട് ആസ്വദിച്ചില്ലേ? ഒരുപാട് ആനന്ദിച്ചില്ലേ? ഒരുപാട് സുഖിച്ചില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിർത്താറായില്ലേ? ഇനിയെങ്കിലും നിനക്ക് നന്നാകാനായില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുളൈലിന്റെ കണ്ണ് നിറഞ്ഞടോ, ഹൃദയം പിടഞ്ഞടോ. ആ പെണ്ണിന്റെ മുമ്പിൽ നിന്നിറങ്ങി പോവുകയാണ്. ആ ഫുളൈല് പിന്നെ ആരായി മാറിയെന്നറിയുമോ പെങ്ങള്? നന്നാക്കിയത് ഖുർആനിലെ ഒരു ആയത്താ. നന്നാക്കിയത് ഖുർആനിലെ ഒരായത്താ. പക്ഷേ ഇതുപോലെ നൂറുകണക്കിനായത്ത് നമ്മൾ കേൾക്കുന്നവരാണ്. നന്നാകാൻ പറ്റുന്നില്ല, നന്നാകാൻ പറ്റുന്നില്ല. നിനക്കറിയണ്ടേ നിന്റെ മോനെ തലതിരിഞ്ഞു പോയതിന്റെ കാരണം എന്താണെന്ന്? നിന്റെ മകളെന്തേ നന്നാകാത്തതിന്റെ കാരണം നിനക്കറിയണ്ട്. പെങ്ങളെ, നിന്റെ ഭർത്താവ് നേരെയാകാത്തതിന്റെ കാരണം അറിയണ്ട്. വാപ്പാ, പ്രായമായിട്ടും നിന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരാത്തതിന്റെ കാരണം നിനക്കറിയണ്ട്. അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ. ചില ചെറുപ്പക്കാര് ചോദിക്കുന്നു, ഉസ്താദേ, നിങ്ങൾ എത്ര വഴുതു പറഞ്ഞാലും ഞങ്ങൾ മാറൂല. നിങ്ങളുടെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നതല്ലാതെ ഞങ്ങളാരും മാറൂല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന യുവത്വമേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് നന്നാകാൻ പറ്റാത്തത്? അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, വമൻ അദ്ലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ പരിഗണിക്കാതെ വന്ന, ആ ഖുർആനിനെ നീ ബഹുമാനിക്കാത്തത് കാരണമാ. ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞ, അങ്ങനെ കളയാനുള്ളതല്ല മോനെ ഖുർആൻ, അങ്ങനെ കളിയാക്കാനുള്ളതല്ല ഖുർആൻ, നിനക്ക് നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല ഖുർആൻ. ആ ഖുർആനിനൊരു പവറുണ്ടോ, അത് അല്ലാഹുവിന്റെ കലാമാ. അത് മരിച്ച വീട്ടിൽ യാസീൻ ഓതാൻ മാത്രം എടുക്കാനുള്ള ഗ്രന്ഥമല്ല. റമളാൻ മാസത്തിന്റെ 27-ാം രാവിലെ പൊടി തട്ടിയെടുക്കാനുള്ള ഗ്രന്ഥം മാത്രമല്ല ഖുർആൻ. നിനക്ക് ആ ഖുർആനിന്റെ വിലയറിയില്ലല്ലോ. തമാശയല്ലേ, കളിയാക്കലല്ലേ, തൊടാറില്ലല്ലോ, ബഹുമാനിക്കാറില്ലല്ലോ. എന്നാൽ ആ ഖുർആനിന്റെ മഹത്വം അറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഈ ഖുർആനെങ്ങാനും
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിലോ ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ആ ഖുർആനിനെ പരിഗണിക്കാതെ നടക്കുന്നവരുണ്ടോ? ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ പേര് വെച്ചിട്ട് അബൂബക്കർ എന്ന പേര് വെച്ചിട്ട് ആയിഷ എന്ന പേര് വെച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ, ഒരുപാട് ആണുങ്ങളുണ്ടല്ലോ. അവര് ട്രോളുകയാണ്, അവര് പരിഹസിക്കുകയാണ്, അവര് കളിയാക്കുകയാണ്. അവന്റെ പേര് അബൂബക്കർ എന്ന, അവന്റെ പേര് സിറാജ് എന്ന, അവളുടെ പേര് ഖദീജ എന്ന, അവളുടെ പേര് ഫാത്തിമ എന്ന. പടച്ചവനെ ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ച് ചാനലുകളിൽ കയറിയിരുന്നിട്ട് പടച്ചവനെ സോഷ്യൽ മീഡിയ കയറിയിരുന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇത് കാണുമ്പോ നമുക്ക് സങ്കടമല്ലേ? എന്തേ ഇവരിങ്ങനെ ആയിപ്പോയത്? എന്തേ ഇവൻ നന്നാകാത്തത്? അതിന്റെ കാരണം അല്ലാഹു പറയുകയാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. നന്നാകില്ല വാപ്പാ, നന്നാകില്ല പെങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. ഉസ്താദന്മാരിയ്ക്കുന്നല്ലോ, മുതഅല്ലിമീങ്ങൾ ഇരിക്കുന്നല്ലോ. അല്ലാഹു പറയുകയാ, ഒരു കാലത്തും നന്നാകില്ല, ഒരു കാലത്തും അവരുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല, ഒരു കാലത്തും അവർക്ക് ഹിദായത്ത് കിട്ടൂല. ഞാൻ പറഞ്ഞതല്ല, നീ വഅദ് പറയാൻ കൊണ്ടുവരുമല്ലോ, തലതിരിഞ്ഞ മക്കളെ കൊണ്ടുവന്ന് വഅദ് കേൾക്കാൻ ഇരുത്തുമല്ലോ. എത്ര തൊണ്ടപൊട്ടി പറഞ്ഞാലും കേൾക്കൂല, എത്ര കരഞ്ഞാലും കാണൂല, എന്തൊക്കെ ഉപദേശം കൊടുത്താലും അവര് കേൾക്കുകയില്ലടോ. അതിന്റെ കാരണം എന്താ? വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. പേടിക്കണേ ഉമ്മമാരെ, പേടിക്കണേ ഉപ്പമാരെ. അല്ലാഹു പറയുകയാണ്, ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. എത്ര കരഞ്ഞാലും, എത്ര വഅദ് പറഞ്ഞാലും, എത്ര ഉപദേശിച്ചാലും അവര് നന്നാകില്ല. അതിന്റെ കാരണം നീ പറയുന്നത് അവര് കേൾക്കൂല. വാപ്പാ, നീ പറയുന്നത് അവര് കേൾക്കൂല. ഉസ്താദേ, നിങ്ങൾ പറയുന്നത് അവര് കേൾക്കൂല. കാരണം അവരുടെ ചെവിക്ക് കേൾവിയില്ല, അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. പടച്ചവനെ, ഹൃദയമുണ്ടെങ്കിലല്ലേ നന്നാകാൻ പറ്റൂ, ഹൃദയമുണ്ടെങ്കിലല്ലേ കരുണയുണ്ടാകാൻ പറ്റൂ. പടച്ചവനെ, അല്ലാഹു അവരുടെ ഹൃദയം സീല് വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു ചെറുപ്പക്കാരന്റെ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരുടെ ദുആ എന്നറിയുമോ? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൗബ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവേ, പഠിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായി നടക്കുന്ന സ്വഹാബിയാണ് മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. നബി തങ്ങൾക്ക് ചെരുപ്പെടുക്കാനും ചില സമയങ്ങളിലൊക്കെ ഖിദ്മത്ത് ചെയ്യുന്ന സ്വഹാബിയാ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനോട് പറയുകയാണ്, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ
ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോവുകയാണ്. ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോവുകയാണ്. ആ വീടിന്റെ പരിസരത്തുകൂടെ പുറകിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് നിന്ന് കുളിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ പെണ്ണ് വീട്ടിൽ നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. റോഡിലൂടെ നടന്നു പോകുന്ന പടച്ചവനെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനത് കാണുകയാണ്. ഉടനെ അവിടെ നിൽക്കുകയാണ്. ആ പെണ്ണ് കുളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നോട്ടമല്ല, അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ പെണ്ണിന്റെ ശരീര വടിവുകൾ കണ്ട് ആസ്വദിക്കുകയാണ്. പടച്ചവനെ കുറച്ച് കഴിഞ്ഞപ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാഹ് ചെയ്തത് പാപമാണല്ലോ, അല്ലാഹ് വിചാരമായല്ലോ, അല്ലാഹ് ഞാൻ നരകത്തിലാണല്ലോ, അല്ലാഹ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചല്ല പടച്ചവര്, ഒരു പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിച്ചല്ല പടച്ചവര്, ഇനി ഞാൻ നരകത്തിലാണല്ലോ തമ്പുരാന്. ഇനി എങ്ങനെയാണ് ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ ചെല്ലുന്നത്? നബിതങ്ങൾ അറിയുമല്ലോ. ഈ കണ്ണുകൊണ്ട് ഇനി എങ്ങനെയാണ് നബിതങ്ങളുടെ മുഖത്ത് നോക്കുന്നത്? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറയുകയാണ്. പടച്ചവനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അല്ലാഹുവേ, മണ്ണിൽ ചെന്നിട്ട് മണൽ വാരി തലയിലിടുകയാ, ഭ്രാന്തനെ പോലെ കരയുകയാ. പടച്ചവനെ, ഒരു ദിവസം കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, പിന്നെ ഒരാളും സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കണ്ടിട്ടില്ല. പടച്ചവനെ, മലഞ്ചെരുവിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാ. ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളിയാണ് റബ്ബേ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാഹ്, എനിക്ക് നരകം പേടിയാ അല്ലാഹ്. വഖൂദുഹന്നാസു വൽഹിജാറ, അവിടെ കത്തിക്കുന്നത് മനുഷ്യന്റെ ശരീരമാണല്ലോ റബ്ബേ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ സമുദായത്തിലെ ചെറുപ്പക്കാർ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു നബിയേ. അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ അല്ലാഹു പറഞ്ഞു വിടണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, എങ്ങനെ തൗബ ചെയ്തിട്ടുണ്ടാകും പെങ്ങള്, എത്രത്തോളം അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാകും. ആ മനസ്സിന്റെ ഇഖ്ലാസ് ഒന്ന് ചിന്തിക്കു പെങ്ങള്. 40 ദിവസമാണ് ആ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് നടന്നത്. അല്ലാഹുവേ, നബി തങ്ങളുടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കുന്നു, സ്വഹാബാ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ സ്വഹാബാ? കാണുന്നില്ല നബിയേ, കാണുന്നില്ല നബിയേ, എവിടെയാണെന്നറിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളെ വിളിക്കുകയാണ്, സൽമാൻ അൽ ഫാരിസി വിളിക്കുകയാണ്. രണ്ടുപേരോടും പറഞ്ഞു, എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരണം എന്റെ മുമ്പിൽ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ കൊണ്ടുവരാൻ നബി തങ്ങൾ പറയുകയാ. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങിയതാണ്. തെരഞ്ഞു നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടോ, എവിടെയാണെന്നറിയുന്നില്ലോ. ഉച്ച സമയം കഴിഞ്ഞു. രണ്ടുപേരും കൂടെ ഒരു മരുഭൂമിയുടെ ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാട്ടിടയനായ മനുഷ്യൻ വരികയാണ്. ആട്ടിടയനായ മനുഷ്യനെ കണ്ടപ്പോ ഉമർ തങ്ങളെ ചോദിച്ചു, നിങ്ങൾ പല സ്ഥലങ്ങളിലും ആടുമായിട്ട് പോകുന്ന ആളാണല്ലോ, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട്
കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഈ മരുഭൂമിയുടെ ഏതെങ്കിലും ഒരു മലഞ്ചെരിവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ആടുകൾക്ക് വെള്ളമെടുക്കാൻ ഞാനൊരു മലഞ്ചെരിവിലേക്ക് ചെന്നപ്പോ മുടിയൊക്കെ ജട പിടിച്ചു പോയ, വസ്ത്രം മുഴുവനും കീറിപ്പറഞ്ഞ, എല്ലും തോലുമായ ഒരു മനുഷ്യൻ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ വന്നിട്ട്, അല്ലാഹുവേ മരിച്ചാ മതിയായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് തലയിലൂടെ മണ്ണിട്ട് മണ്ണിങ്ങനെ വാരിയിടുന്ന, മണ്ണിൽ കിടന്നിങ്ങനെ ഉരുളുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടപ്പവൻ ഓടി വിളിച്ചു, നിങ്ങൾ അന്വേഷിക്കുന്ന ചെറുപ്പക്കാരൻ അതായിരിക്കാം. ആട്ടിടയനായ മനുഷ്യനെ പറഞ്ഞു കൊടുത്ത അടയാളം വെച്ചു ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും സൽമാൻ തങ്ങളും ചെല്ലുമ്പോ അതാ മലയുടെ മുകളിൽ നിന്ന് വൈകുന്നേര സമയമെടുക്കുമ്പോ അതാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇറങ്ങി വരികയാ. മുടിയെല്ലാം ജട പിടിച്ച്, വസ്ത്രം മുഴുവനും കീറിപ്പറഞ്ഞ്, എല്ലും തോലുമായി ഒരു പ്രാന്തനെ പോലെ ഇറങ്ങി വന്നിട്ട്, അല്ലാ ഞാൻ നരകത്തിലാണല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കരയുകയാണ്. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നു സഅലബാ, മുത്തുനബി നിന്നെ വിളിക്കുന്നു സഅലബാ. അല്ലാഹുവേ, സഅലബ പറയുന്നു, ഞാൻ ഒരിക്കലും വരൂല. ഞാൻ ആരാണെന്നറിയോ? ഞാൻ ചെയ്ത പാപം എന്താണെന്നറിയുമോ ഉമറേ? ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ വരൂല. ഞാൻ നരകത്തിന്റെ അവകാശിയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകും സഅലബ. സഅലബയ്ക്ക് മനസ്സിലായി ഉമറിന്റെ സ്വഭാവം അറിയാ. അവിടെന്ന് പറഞ്ഞു, എന്റെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചിടച്ച് വേണമെങ്കിൽ കൊണ്ടുപോക്കോ, ഇല്ലാതെ ഞാൻ വരില്ല ഉമർ. ഉമർ തങ്ങൾ പറഞ്ഞു, സഅലബ നബി തങ്ങളാണ് വിളിക്കുന്നത്, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും സഅലബ. അവസാനം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയുകയാണ്, എങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ വരാ, പക്ഷേ നിസ്കരിക്കുന്ന സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും നിസ്കരിക്കുമ്പോ വേണം എന്നെ കൊണ്ടുപോകാൻ. അവിടെ നിന്ന് സമ്മതിച്ചടോ. അവസാനം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനുമായി മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മസ്ജിദ് നബവിയിൽ ഇഖാമത്ത് കൊടുത്തു, നമസ്കാരം നടക്കുകയാണ്. എല്ലാവരും ഉളുവെടുത്തു പള്ളിക്കകത്ത് കയറി. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഉളുവെടുത്തുകൊണ്ട് നിസ്കരിക്കാ പള്ളിയിലേക്ക് കയറുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുറത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ തളർന്നു വീണു പെങ്ങളെ. ആയത്തങ്ങ് കേൾക്കുമ്പോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ സഅലബ നിലവിളിച്ചുകൊണ്ട് താഴെ വീടുകയാണ്. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ എവിടെന്ന് ചോദിച്ചു. എവിടെ സഅലബ, എവിടെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുത്തു. നബി തങ്ങൾ ചോദിക്കുന്നു, എന്ത് കോലമാണ് സഅലബ?
എവിടെയായിരുന്നു സഅലബ? നിന്റെ കുടുംബം നിന്നെ തെരയുന്നു സഅലബ. നിനക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു സഅലബ. ഉമറേ, വീട്ടിൽ കൊണ്ടുപോയി വിടൂ. സ്വഹാബത്തിനോട് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവിടാൻ നബി തങ്ങൾ അവിടുന്ന് സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. പടച്ചവനെ, 8 ദിവസം കഴിഞ്ഞപ്പോ അതാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ഉറക്കമില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും കരച്ചലാണ് നബിയേ. അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം വല്ലാത്ത സങ്കടത്തിലാണ് നബിയേ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. അബ്ദുറഹ്മാൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നു നബിയേ. ഒന്ന് വാ നബിയേ, ഒന്ന് വാ നബിയേ. സൽമാനുൽ ഫാരിസി തങ്ങൾ അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് കാണാൻ പോവുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. മുത്തുനബി കാണാ ചെല്ലുമ്പോ നബി തങ്ങൾക്ക് മനസ്സിലായി മരണമെടുത്തെന്ന്. അല്ലാഹുവിന്റെ റസൂല് തലയുടെ ഭാഗത്തിരുന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തലയെടുത്ത് നബി തങ്ങൾ മടിയിൽ വെച്ചു. മുത്തുനബി തലയെടുത്ത് മടിയിലേക്ക് വെച്ചപ്പോ അവിടുന്ന് തലവലിച്ച് താഴെയിടുകയാണ്. നബി തങ്ങളുടെ മടിയിൽ നിന്ന് ആ തലവലിച്ച് താഴേക്കിട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഅലബാ, ഇഷ്ടമായില്ലേ സഅലബാ? നിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചത് നിനക്ക് ഇഷ്ടമായില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഅലബ പറഞ്ഞു, ആയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തിനാ നീ തലവലിച്ചത്? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബ, എന്റെ മടിയിലൊന്ന് തലവെക്കാ, എന്റെ മടിയിൽ കിടന്നൊന്നും മരിക്കാ, ഞാൻ ആ ശരീരത്തിലൊന്ന് തൊടാൻ ഏത് മനുഷ്യനും കൊതിക്കുമല്ലോ. പിന്നെ എന്തിനാണ് നീ തലവലിച്ച് താഴെ ഇട്ടതെന്ന് ചോദിച്ചപ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, മഹത്വമറിയാഞ്ഞിട്ടല്ല നബിയേ, എനിക്കതിനർഹതയില്ല നബിയേ. നിങ്ങളുടെ മടിയിലെ തലവെച്ച് കിടന്ന് മരിക്കാൻ ആ മടിയിലൊന്ന് തലവെക്കാ ഈ പാവിയായി എനിക്കതിനുള്ള ഭാഗ്യമില്ല നബിയേ. ഞാനൊരു വ്യഭിചാരിയാണ് നബിയേ, ഞാൻ നരകത്തിന്റെ അവകാശിയാണ് നബിയേ. അങ്ങയുടെ മടിയിൽ കിടക്കാൻ എനിക്കർഹതയില്ല നബിയേ. ഞാൻ തറയിൽ കിടക്കട്ടെ, അവിടെ കിടന്നു മരിക്കുമ്പോഴെങ്കിലും അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ എന്ന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, കണ്ണു കുടിച്ചില്ലടാ ചെറുപ്പക്കാരാ, വ്യഭിചരിച്ചില്ലടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ മറന്ന് നടന്നതല്ല മോനെ. വഴിയിലൂടെ നടന്നു പോകുമ്പോ കുളിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ ശരീരമൊന്ന് നോക്കിയതിന്റെ പേരിലാ. മക്കളെ, 50 60 വയസ്സുള്ള നിന്റെ വാപ്പ ഒരു വീടി പോലും വലിച്ചിട്ടില്ലടാ. എന്നാ നീയാണെങ്കിലോ 20 25 വയസ്സിന് മുമ്പ് എല്ലാം കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ? ഒരു പേടിയുണ്ടോ മോനെ? പെങ്ങളെ, 50 60 വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്തു നിന്റെ വാപ്പയല്ലാതെ ഒരു മനുഷ്യൻ ഇന്ന് വരെ തൊട്ടിട്ടില്ല പെങ്ങളെ. ഉമ്മാന്റെ ശരീരത്ത് ഇന്ന് വരെ ഒരാളും അറിഞ്ഞുകൊണ്ട് തൊട്ടിട്ടില്ല. എന്റെ പൊന്നു പെങ്ങളെ, നീയാണെങ്കിലൊന്ന് ചിന്തിക്കുമോളെ. എന്റെ പൊന്നു സഹോദരിയാ, ഉമ്മാടെ മകളായി നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്ക്. നീ ചെയ്യാത്ത പാപമേതാ? ഫർദയും ധരിച്ച് കാഫകന്റെ കൂടെ കറങ്ങി നടന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്ന് ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറ്റിക്കാറുണ്ടല്ലോ.
എന്നിട്ട് റൂമിന്റെ അകത്ത് കയറി മൊബൈലെടുത്ത് വാതിലടച്ചിട്ട് എല്ലാം കൊള്ളാമായിരുന്നടാ എന്ന് മെസ്സേജ് എഴുതുമ്പോഴും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ചെയ്തു പോയത് തെറ്റാണെന്നുള്ള ഒരു കുറ്റബോധമില്ലാതെ പോകുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ലടോ. ഏതു നിമിഷവും ഇടിത്തി വീഴുന്നത് പോലെ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ